ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2003 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൂടുതലായിട്ടും പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. അതും 2003 ഒരു മൂവി ആയതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഈ പഴയ കാലത്തെ മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, കാരണം അവരുടെ ആ ഒരു സ്റ്റോറി സ്റ്റൈല്, എടുത്തിരിക്കുന്ന രീതി, ഇതെല്ലാം വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവിയും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ കാടിനകത്തൂടെ ആരോ ഒരാൾ നല്ല പേടിച്ച് നല്ല വേഗതയിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്ക് അയാളുടെ പുറകെ തന്നെ കുതിരപ്പുറത്ത് ഒരു വാളുമായിട്ട് ആരോ വരുന്നുണ്ട്. അങ്ങനെ ഇയാൾ ഓടി ഒരിടത്ത് എത്തുമ്പോൾ ഈ കുതിരപ്പുറത്ത് വരുന്ന ആളുണ്ടല്ലോ പെട്ടെന്നൊരു വാളെടുത്ത് അയാളെ വെട്ടുന്നതും കാണിക്കുമ്പോഴത്തേക്കും മരുഭൂമി പോലെ ഒരു സ്ഥലത്തൂടെ ഒരപ്പൂപ്പൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് റോഡിന് മുന്നിലായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ട് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാടിനകത്തോട് ഓടി വന്ന് നിൽക്കുന്നത് ഈ ഒരു മരുഭൂമിയിലെ റോഡിന് നടുവില് ഈ അപ്പൂപ്പനായാലും പെട്ടെന്ന് അയാളെ കണ്ട് ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ വണ്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോയി നിർത്തുന്നതും. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു അപ്പൂപ്പൻ ഓടി അവന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ മയക്കത്തില് കാസ്റ്റൽ ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവനെ പൊക്കിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി CPR മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ ഒരുത്തനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ വെച്ച് മരിച്ചു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോലീസ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഈ അപ്പൂപ്പനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ അപ്പൂപ്പൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പോയത് മരുഭൂമിയിലൂടെയാണ്, അത്രയും ചൂടുണ്ട്, പക്ഷേ അവിടെ കിടന്ന ആ ഒരു പയ്യന്റെ ദേഹത്ത് ഞാൻ തൊട്ടു നോക്കുമ്പോൾ നല്ല രീതിയിൽ തണുപ്പായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ ഡോക്ടർമാരായാലും അവന്റെ ശരീരം പരിശോധിച്ച് നോക്കുമ്പോൾ വെളിയിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഉള്ളിലാണെങ്കിലോ ഞരമ്പെല്ലാം പല രീതിയിൽ മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതുമല്ല ആ ഒരുത്തിന്റെ ഹൃദയം അതും വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു പാവ തറയിലിട്ട് പൊട്ടിച്ച് അത് വീണ്ടും എടുത്ത് ഒട്ടിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അവന്റെ ശരീരം ഉള്ളത്. ഇപ്പൊ ഇവൻ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് വന്നത് എന്നുള്ള ഒരു കാര്യം അറിയത്തില്ല. കാരണം അവന്റെ പോക്കറ്റിൽ ID, പേഴ്സ് ഇങ്ങനെയുള്ള ഒരു കാര്യമില്ല. ആകെ കിട്ടിയത് അവന്റെ കഴുത്തിലുള്ളൊരു മാല മാത്രം. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടേക്ക് ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ വരികയാണ്. അവൻ ITC എന്ന് പറഞ്ഞ ഏതൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നും ഇവിടെ മരിച്ചുപോയ ആളെ എനിക്കറിയാം, അവന്റെ ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞിട്ട് അവന്റെ ID പോലീസുകാർക്ക് കൊടുക്കുന്നു. അപ്പൊ അവരായാലും അതെല്ലാം പരിശോധിക്കുന്ന സമയത്താണ് ഫ്രാങ്കിനെ ഇപ്പോൾ വേറെ ആരോ വിളിക്കുന്നത്. ITC എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലെ ഓണർ ആയിട്ടുള്ള റോബർട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത്. ഇപ്പോൾ റോബർട്ട് ഫ്രാങ്കിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ല വിൻസി മാത്രമാണോ വന്നിട്ടുള്ളത് അതോ ഡെക്കറും വന്നിട്ടുണ്ടോ? ഇല്ല, വിൻസി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ആ മരിച്ചുപോയല്ലോ അവന്റെ പേര് വിൻസി എന്നാണ്. അപ്പോൾ റോബർട്ട് പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവന്റെ ശരീരം ഇവിടേക്ക് കൊണ്ടുപോവാ, അതുമല്ല കൂടാതെ അവന്റെ എക്സ്റേ മറ്റ് ഡീറ്റെയിൽസ് ഇതെല്ലാം എടുത്തുകൊണ്ട് വരണം. ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാലേ കമ്പനി മൂടിക്കിട്ട്, അത്ര മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം തന്നെ റോബർട്ടിനോട് മറ്റൊരു തന്നെ ഇരിപ്പുണ്ട്, അവന്റെ പേര് സ്റ്റീവൻ എന്നാണ്. അതുമല്ല ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, അല്ല വിൻസി മാത്രം എങ്ങനെയാണ് ഈ നടു റോഡിലേക്ക് പോയത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ക്രിസിനെയാണ് കാണിക്കുന്നത്. ക്രിസും അവന്റെ അച്ഛനും ഒരിടത്ത് നിന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, ഈ മിനിയേച്ചർ പോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാണ്. കാരണം ക്രിസിന്റെ അച്ഛൻ ഒരു പ്രൊഫസറാണ്. അതുമല്ല ഇപ്പൊ അവരുടെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല ഇവര് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 1357 വർഷം ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ് നാട്ടിലെ ആ ഒരു രാജാവിന്റെ പേര് ഒലിവർ എന്നാണ്. അങ്ങനെ ആ ഒരു ഒലിവർ ഫ്രഞ്ച് കമാൻഡറുടെ സഹോദരിയെ തൂക്കിലേറ്റി കൊല്ലുകയും ചെയ്തു. ഈ ഒരു കാര്യം കൂടി കണ്ട ഫ്രഞ്ച് നാട്ടിലെ സൈനികരെല്ലാവരും നല്ല രീതിയിൽ ദേഷ്യമായിട്ട് ആ ഒരു യുദ്ധത്തിൽ അവർ ജയിക്കുകയും ചെയ്തു. അതുപോലെ ഇതെല്ലാം സംഭവിച്ചത് ഒരു കോട്ടയിൽ നിന്നാണ്. ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ആ ഒരു കോട്ട പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് ക്ലാസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഹീറോയും ഹീറോയുടെ അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല ഹീറോയുടെ അച്ഛനാണെങ്കിലോ ഇപ്പൊ എവിടേക്ക് പോകാൻ പോണു, കാരണം ഇവരൊരു സ്ഥലം കുഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുമല്ല ആ ഒരു സ്ഥലത്ത് ITC എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയാണ് ഫണ്ട് നൽകുന്നത്. എന്നിരുന്നാലും ITC എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു കാര്യത്തെ പറ്റി ഇവരോട് മറയ്ക്കുന്നുണ്ട്. ഇവരോട് ഒരിക്കലും അത് പറയുന്നില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഹീറോയുടെ അച്ഛൻ ഇപ്പോൾ അവിടേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഹീറോ അവന്റെ അച്ഛനെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് കേറ്റ്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. സത്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് കേറ്റിന് ഇഷ്ടമാണ്. പക്ഷേ കേറ്റ് ഹീറോയുടെ അച്ഛന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തന്റെ ബോസിന്റെ മകനെ എങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ അവൾ പലതവണയും അവൻ സംസാരിക്കാൻ വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ഒരിക്കലും ഈ ഒരു ജോലിയൊന്നും ഇഷ്ടമല്ല. ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഴയ കാര്യങ്ങളെല്ലാം തോണ്ടിയെടുക്കുമല്ലോ, അതാണ്. പക്ഷേ പഴയ കാലത്ത് ജീവിക്കുക എന്നുള്ളത് ഹീറോയ്ക്ക് ഒരിക്കലും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കാരണം ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആരോ ഒരുത്തൻ ജീവിച്ച ജീവിതം കണ്ടുപിടിച്ചിട്ട് അതിനുവേണ്ടി സമയം കളയാതെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതം അതെന്താണെന്ന് വെച്ചാൽ ജീവിച്ച് തീർക്കുക, അതല്ലേ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഹീറോ പറയുന്നത്.
അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ മാർക്കിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. മാർക്ക് വേറെ ആരുമല്ല, ഹീറോയുടെ അച്ഛന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ മാർക്ക് ചോദിക്കും, അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ശരി ബാ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ദേ ഇത് നോക്ക്, ഇതൊരു ശില്പമാണ്. ഇവര് രണ്ടുപേരും പ്രണയിച്ചിട്ട് ഒരുമിച്ചാണ് മരണപ്പെട്ടത്. അതുപോലെയുള്ള ശില്പമാണിത്. അതുമല്ല ആ ഒരാണിന്റെ ഒരു ചെവി കാണാനില്ല. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം എത്ര ദൈവികമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു ശില തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരാണിന്റെ കാത് അതെവിടെ പോയി കാണും, എന്തായിരിക്കും സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ക്രിസിനായാലും ഇത് കേട്ടിട്ട് ചെറിയ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പൊ ക്രിസ് ചോദിക്കും, അല്ല ഇവരാരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ മാർക്ക് പറയും, അല്ല നീ എന്തിനാ ഇതെല്ലാം അറിയുന്നേ, അല്ല നിനക്കല്ലേ പാസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാതെ, അതിനെപ്പറ്റി നീ ഇപ്പൊ അറിയാൻ നിൽക്കുന്ന എന്തിനാ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഒരാഗ്രഹം ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോഴത്തേക്കും അതെന്തായിരിക്കും, ആരാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചത്, എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ശില്പം നിർമ്മിച്ചത് എന്നുള്ള രീതിയിലെല്ലാം അതേ ഒരു കാര്യം തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ജോലി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നതും ഓക്കെ മതിയായെന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വലിയൊരു അപായ സൗണ്ട് ഇങ്ങനെ അടിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ആർക്കിയോളജിസ്റ്റ് ഉണ്ടല്ലോ, അവരെല്ലാവരും നേരെ അവിടേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു കാര്യം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുമല്ല ഇത്രയും വർഷം പഴക്കമുള്ള സ്ഥലങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വെളിയിലുള്ള ആ ഒരു വായു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നശിച്ചു പോവും. അതുകൊണ്ട് തന്നെ 5 നിമിഷത്തിനകം എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നേരെ താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കേറ്റും മാർക്കും രണ്ടുപേരും താഴേക്ക് ഇറങ്ങി എന്താണ് ഇവർ കണ്ടുപിടിച്ചത് നോക്കുമ്പോഴത്തേക്കാണ് 600 വർഷം പഴക്കമുള്ള ഒരു ടണല്. അപ്പൊ ഈ ഒരു ടണലാണ് ഇവർ പല വർഷങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചെറിയൊരു ബോക്സ് ഉണ്ട്. അങ്ങനെ ആ ഒരു ബോക്സ് എടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ഡോക്യുമെന്റ് ഉണ്ട്. ഓക്കെ, അതെന്തായാലും അതുപോലെ തന്നെ ഒരു കവറിലേക്ക് പതിയെ മാറ്റി ഇങ്ങനെ വെക്കുകയാണ്. അതുമല്ല അപ്പോൾ മാർക്ക് പറയുന്നുണ്ട്, ഏയ് ഇത് എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയോ എന്നെല്ലാം വളരെ ആശ്ചര്യത്തോടെ തന്നെ അവനിങ്ങനെ പറയുമ്പോൾ കേറ്റ് പെട്ടെന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാണ്. അപ്പോ മാർക്കാണെങ്കിൽ ഏയ് ഇവളെന്താ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ മാർക്കും ആ ഒരു കാര്യം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇത് പകുതിയിൽ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാരായിരിക്കും ഇങ്ങനെ പൊട്ടിച്ചത് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ വന്ന വഴിയുണ്ടല്ലോ അത് പതിയെ ഇപ്പോൾ തകരാൻ തുടങ്ങാണ്. ഇത് കാരണം രണ്ടുപേരും തിരിച്ചു പോകാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മാർക്ക് അവിടെ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്, ഒരു കണ്ണാടിയുടെ പീസ്. സോറി, അതൊരു ലെൻസാണ്. അങ്ങനെ ഇത് കാണുന്നത് മാർക്കിനും കേറ്റിക്കും അത്ര അത്ഭുതമായി. കാരണം 14-ാം നൂറ്റാണ്ടിലെല്ലാം ഇതുപോലെ ലെൻസ് ഒന്നും ആരും ഉപയോഗിച്ചു പോലും കാണത്തില്ല. കാരണം ഈ ഒരു ലെൻസ് ഇവരുടെ കാലഘട്ടത്തിലുള്ളതാണ്. അതെങ്ങനെ ആ ഒരു ടണലിനുള്ളിൽ പോയി കാണും? ഒരുപക്ഷെ ഇവർക്ക് മുന്നേ വേറെ ആരെങ്കിലും അതിനകത്ത് ഇറങ്ങിക്കാണോ എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അതിനെന്തായാലും സാധ്യതയില്ല. കാരണം 600 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അത് തുറക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് വന്നിരുന്നല്ലോ, അതിനകത്ത് ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. അതും കൂടാതെ അതിനകത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ജോൺസൺ എന്നുള്ള പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജോൺസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, ഹീറോയുടെ അച്ഛൻ്റെ പേരാണ്. അതുപോലെ ഈ ഒരു ഡോക്യുമെന്റ് എഴുതിയിട്ടുള്ളത് 1357-ാമത് വർഷത്തിലാണ് എഴുതിയിട്ടുള്ളത് തന്നെ. ഇതിലെങ്ങനെ ഹീറോയുടെ അച്ഛൻ്റെ പേര് വന്നത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് തന്നെ ഹീറോയുടെ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതുപോലെ അതിനുള്ളിലെ ആ ഒരു ഇങ്ക് ഉണ്ടല്ലോ അതൊന്നുകൂടി നല്ലതുപോലെ തന്നെ പരിശോധിക്കുമ്പോഴത്തേക്കും 100% ഹീറോയുടെ അച്ഛൻ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളതെന്ന് ഇവർക്ക് കൺഫേം ആയി. അതുമല്ല ഹീറോയുടെ അച്ഛനാണെങ്കിൽ പോയിട്ട് ഇപ്പോൾ 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഇതിൽ എഴുതാൻ കഴിയും? ഒരുപക്ഷെ ഹീറോയുടെ അച്ഛൻ ഇവരെ പ്രാങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണോ എന്ന് ഹീറോ പറയുമ്പോഴത്തേക്ക് അവർ പറയും അതിനൊരു ചാൻസും ഇല്ല. കാരണം 3-4 തവണ തന്നെ ഞങ്ങൾ ഇത് നല്ലതുപോലെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം 100% നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇത് എഴുതിയിട്ടുള്ളത് 600 വർഷങ്ങൾക്ക് മുന്നെയാണ്. കൂടാതെ മാർക്ക് താഴെ നിന്ന് ഒരു ലെൻസ് എടുത്തുകൊണ്ട് വന്നിരുന്നല്ലോ, ആ ലെൻസും ഹീറോയുടെ അച്ഛൻ്റെ കണ്ണാടിയിലുള്ളത് തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ ITC എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലേക്ക് വിളിച്ച് ഇവരെല്ലാവരും ഇപ്പോൾ ടീമായിട്ട് ന്യൂ മെക്സിക്കോയിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർക്ക് പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. 30 വർഷങ്ങൾക്ക് മുന്നേ ബിസിനസ്സിന് തന്നെ വലിയ മാറ്റം വരുന്ന ഒരു വലിയ മെഷീൻ ഇവർ കണ്ടുപിടിച്ചിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഫാക്സ് മെഷീൻ ഉണ്ടല്ലോ, അതാണ്. നമ്മളൊരു ഡോക്യുമെന്റ് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതുണ്ടാക്കിയ റോബർട്ടിന് ഒരു പുതിയ ഐഡിയ വരികയാണ്. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെ പല സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചുകൂടാ? അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് വലിയ അളവിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വേണം. അതേപോലെ തന്നെ മില്യൺ കണക്കുള്ള പ്രോസസ്സർ. ഇതിനൊക്കെ നിങ്ങൾ എവിടെ പോകും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് വന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു മെഷീൻ തന്നെയുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു ടൈം മെഷീനാണ്. ഇവർ ആൾറെഡി തന്നെ അതുണ്ടായി കഴിഞ്ഞു. പക്ഷെ അതുപയോഗിച്ചിട്ട് അടുത്തൊരു റൂമിലേക്ക് മാത്രമേ സാധനങ്ങൾ മാറ്റാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, അടുത്തൊരു രാജ്യത്തേക്ക് തന്നെ ആ ഒരു സാധനം അയക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളതുപോലെ ചെറിയൊരു മെഷീൻ ന്യൂയോർക്കിലും ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇവരൊരു സാധനം ഇവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് അയക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ആ ഒരു സാധനം മറഞ്ഞുപോയി. പക്ഷെ ഒരിക്കലും ന്യൂയോർക്കിലേക്ക് ആ ഒരു സാധനം എത്തിയിട്ടില്ല. അപ്പോൾ അത് എവിടെ പോയെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സാധനം തിരിച്ച് ഈ ഒരു മെഷീനിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഈ ഒരു സാധനം എവിടേക്കായിരിക്കും പോയിരിക്കുന്നത്? ഓക്കെ, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു ക്യാമറയും വെച്ചിട്ട് അയക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്യാമറയും മറഞ്ഞു പോകുന്നു. പക്ഷേ അതൊരിക്കലും ന്യൂയോർക്കിലേക്ക് എത്തുന്നില്ല. അങ്ങനെ വീണ്ടും തിരിച്ചു വന്ന ആ ഒരു ക്യാമറ എടുത്ത് ഇവർ പരിശോധിക്കുമ്പോഴത്തേക്കും വെറും കാടും മരങ്ങളും ഇത് മാത്രമേ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചും അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അത് ക്യാമറ ഈ മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ അവരിങ്ങനെ അയക്കുന്നതും അങ്ങനെ ആ ഒരു ക്യാമറ തിരിച്ചു വന്നിട്ട് അവർ വീണ്ടും അത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ആകാശത്ത് ഒരുപാട് സ്റ്റാറുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാറിന്റെ പൊസിഷനും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവർ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരയച്ച സാധനങ്ങളെല്ലാം തെറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്കല്ല, തെറ്റായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് തന്നെ പോവാണ്. 1357 വർഷം ഫ്രാൻസിലേക്കാണ് ഈ ഒരു സാധനങ്ങളെല്ലാം പോയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ആക്സിഡന്റലി ഒരു വോം ഹോളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതും ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ ലോക്കായത് എന്നുള്ള കാര്യം ഇവർ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കും, അപ്പോൾ എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡോക്യുമെന്റ്, അച്ഛൻ്റെ കണ്ണാടി, അതെല്ലാം നിങ്ങളാണോ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ കണ്ണാടി ഡോക്യുമെന്റ് മാത്രമല്ല നിന്റെ അച്ഛനെയും ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ അച്ഛനെ സംരക്ഷിക്കേണ്ടത് നീയാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചത്. അങ്ങനെ ഇതെല്ലാം കേട്ട നമ്മുടെ ഹീറോയുടെ സുഹൃത്ത്, അവന്റെ പേര് സ്റ്റേൻ എന്നാണ്, അവൻ പെട്ടെന്ന് ഇവരോട് ചോദിക്കും, ഈ ലോകത്ത് തന്നെ ഏറ്റവും ആപത്തായിട്ടുള്ളൊരു കാര്യം ആ ഒരു വോം ഹോളാണ്. അതിനകത്തേക്ക് ഒരു മനുഷ്യനെ നിങ്ങൾ എങ്ങനെ അയക്കും? ഇത് കേട്ട റോബർട്ട് പറയും, കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഡോക്യുമെന്റ് മറ്റൊരിടത്തേക്ക് അയക്കുന്നു. അത് ഡയറക്റ്റ് ആയിട്ട് വയറിൽ കൂടെ സഞ്ചരിച്ചാണോ പോകുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് പോയിട്ട് അവിടെ ചെന്ന് ഒന്ന് ചേർന്നിട്ടാണ് അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ടൈം ട്രാവൽ ചെയ്യുമ്പോഴും. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം പല പീസുകളായിട്ട് മാറി അവിടേക്ക് എത്തുമ്പോൾ വീണ്ടും അത് ഒന്നിച്ച് പഴയതുപോലെ തന്നെ ആവുന്നു. അങ്ങനെയാണ് നിന്റെ അച്ഛനും പാസ്റ്റിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട്, അല്ല നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അച്ഛനെ അതിലേക്ക് അയച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള അധികാരം കിട്ടിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ റോബർട്ട് പറയും, ഇത് നോക്കൂ മോനെ, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. നിന്റെ അച്ഛന് പഴയ കാലത്തെ പറ്റി അറിയണമെന്ന് ആഗ്രഹം. എനിക്കാണെങ്കിലോ ഈ ഒരു വാം ഹോള് എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തെ മാത്രം ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. അതിനാണ് നിന്റെ അച്ഛനെ ഇതിനകത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി ഞാൻ ഫണ്ട് തന്നെ തന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്റെ അച്ഛനെ ഒരിക്കലും ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല. അദ്ദേഹമായിട്ട് വന്നിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് പറയുമ്പോൾ ഒരു നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹീറോയുടെ അച്ഛനുള്ളത് വളരെ ആപത്തായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. കാരണം ആ ഒരു ടൈമിലാണ് ഇംഗ്ലീഷ് നാടിനും അതേപോലെ തന്നെ ഫ്രഞ്ച് നാടിനും തമ്മിൽ ആ ഒരു യുദ്ധം തന്നെ നടക്കുന്നത്. അതുമല്ല ഇപ്പൊ തന്നെ 72 മണിക്കൂർ കഴിഞ്ഞു. അവിടെ പോയ പ്രൊഫസറിന് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇനിയും താമസിക്കേണ്ട, എല്ലാവർക്കും അവിടെ പോവാന്നും പറഞ്ഞ് ഇവര് റെഡിയായിട്ട് നിൽക്കാണ്. അപ്പോഴേക്കും ഫ്രാങ്ക് ആണെങ്കിലോ, ഓക്കെ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കണം. ആ ഒരു സമയത്ത് സ്റ്റീവനും ഫ്രാങ്കും വിൻസി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് സീനിൽ ഒരുത്തരുടെ ശരീരം ഇവർക്ക് കിട്ടിയിരുന്നല്ലോ. അവന് ഇതുപോലെ ടൈം ട്രാവൽ ചെയ്തവനാണ്. അതുമല്ല അവന്റെ ശരീരമാണെങ്കിൽ പല പീസായിട്ട് ഉടഞ്ഞു പോയതായിട്ട് ഇവർ കണ്ടിരുന്നു. ടൈം ട്രാവൽ ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇതുപോലെ അവൻ എത്ര പീസായിട്ടായിരിക്കും ടൈം ട്രാവൽ ചെയ്ത് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പാവ ഒരു തവണ പൊട്ടിച്ചിട്ട് അത് വീണ്ടും ഒട്ടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അത് പൊട്ടിച്ചിട്ട് ഒന്നുകൂടി ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടാവും? അതും ഒന്നിൽ കൂടുതൽ തവണ ടൈം ട്രാവൽ ചെയ്തതുപോലെയാണ് അവന്റെ ശരീരം ഇവർ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും അവരോട് പറയാഞ്ഞതെന്താ എന്ന് സ്റ്റീവൻ റോബർട്ടിനോട് ചോദിക്കുമ്പോൾ റോബർട്ട് പറയും, അതിന് കാരണം വിൻസി ഏകദേശം ഒരു 10 തവണ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ശരീരം അങ്ങനെ ആയത്. പക്ഷെ ഇവരാണെങ്കിലോ ഒരു തവണ മാത്രമേ പോയിട്ട് വരാൻ പോകുന്നുള്ളൂ. പ്രൊഫസറെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതോടെ തീരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. നീ വായടച്ച് മിണ്ടാതിരുന്നാൽ മതി എന്ന് നമ്മുടെ റോബർട്ട് ഇങ്ങനെ പറയുന്നതും അതേസമയം ഇതിനകത്ത് ഇവരെല്ലാവരും റെഡിയാവുന്ന സമയത്താണ് നമ്മുടെ ഫ്രാങ്കും ഹീറോയും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുന്നു. എന്താണെന്ന് വെച്ചാൽ ടൈം ട്രാവൽ ചെയ്ത് പോയത് നമ്മുടെ ഫ്രാങ്കും ഹീറോയുടെ അച്ഛനും കൂടി ചേർന്നിട്ടാണ്. പക്ഷെ ഫ്രാങ്ക് മാത്രം തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ വിട്ടിട്ട് നീ വന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും, ദേ ഇത് കേൾക്ക്, നിന്റെ അച്ഛനോട് 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാത്രം വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. അതേസമയം ഇവരെല്ലാവരും ഡ്രസ്സെല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എങ്ങനെയായിരിക്കും ഡ്രസ്സ് ഇടുന്നത്, അതുപോലെ ഡ്രസ്സെല്ലാം ഇങ്ങനെ മാറുന്ന സമയത്ത് ഇതിൽ ഹീറോയുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ സ്റ്റീൻ എന്ന് പറഞ്ഞിട്ട്, അവൻ മാത്രം ഇതിനകത്തേക്ക് വരത്തില്ല. അവന് നല്ല പേടിയുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. ഓക്കെ, അതുകൊണ്ട് എന്തായാലും നീ വരണ്ട എന്ന് നമ്മുടെ ഹീറോ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതിൽ ഫ്രാങ്കോ എന്ന് പറയേണ്ട ഒരുത്തനുണ്ട്. കാരണം അവനൊരു ഫ്രഞ്ചാണ്. ഇവന് ഫ്രഞ്ച് നല്ലതുപോലെ അറിയാം. കാരണം ഇവർ പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ചുകാരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവൻ എന്തായാലും ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഹീറോ അവനെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് സ്റ്റെയിൻ വന്നിട്ട് ഹീറോയോട് പറയുന്നത്, അല്ല നീ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? അവന് ഇഷ്ടമാണെങ്കിൽ അവൻ വരട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫ്രാങ്കോയി പറയും, ഒരുപക്ഷെ ഞാൻ പാസ്റ്റിൽ ഇതുപോലെ പെട്ടുപോയി കഴിഞ്ഞാൽ പ്രൊഫസർ എന്തായാലും
എന്നെ രക്ഷിക്കാൻ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും പ്രൊഫസറെ രക്ഷിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 14-ാം നൂറ്റാണ്ടിൽ എല്ലാവരും എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഡ്രസ്സെല്ലാം ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറുന്നതിന് മുന്നേ എല്ലാവരുടെയും കയ്യിൽ ഓരോ ഡോളർ ഇങ്ങനെ കൊടുക്കുകയാണ്. സത്യത്തിൽ ഇതൊരു ബട്ടൺ പോലെയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു വരാൻ കഴിയത്തുള്ളൂ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ ചെന്നിട്ട് ഫ്രാങ്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഓരോ ബട്ടണായിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു. അതുപോലെ ഈ ഒരു ബട്ടന്റെ ലിമിറ്റ് വെറും 6 മണിക്കൂർ മാത്രമാണ്. ഒരുപക്ഷെ 6 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പാസ്റ്റിൽ പെട്ടുപോകും. പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ല. അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ചെറുതായിട്ട് ഇങ്ങനെ പേടിക്കുന്നു. അപ്പോൾ ഫ്രാങ്ക് പറയും, ആരും പേടിക്കണ്ട, നിങ്ങളെല്ലാവരെയും സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെ ചുമതലയാണ് എന്നും പറഞ്ഞ് എല്ലാവരും ആ ഒരു മെഷീന്റെ മുകളിലേക്ക് കയറി നിൽക്കാണ്. ഇത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമ്മൾ ഈ ഒരു മെഷീൻ കണ്ടിരുന്നു. വേറൊരു രീതിയിൽ കാണിക്കുമ്പോഴത്തേക്ക് അതിന് ചുറ്റിനുള്ള ആ ഒരു കണ്ണാടിയെല്ലാം ക്ലോസ് ആവുന്നു. റോബർട്ട് വെളിയിൽ നിന്നിട്ട് ഈ ഒരു മെഷീൻ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുകയാണ്. അതുമല്ല ഇതിൽ ഫ്രാങ്കോയ്ക്കാണ് നല്ല പേടി. കാരണം ഇവരുടെ കാലഘട്ടത്തിലുള്ള ഒന്നും അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പ്രധാനമായിട്ട് അവന്റെ കണ്ണാടി ഉണ്ടെങ്കിൽ അവന് വ്യക്തമായിട്ട് എന്തെങ്കിലും കാണാൻ കഴിയത്തുള്ളൂ. ആ ഒരു പേടി അവനുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും എല്ലാവരും അലറി ഇങ്ങനെ വിളിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവരുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളും ചെറുതായിട്ട് ഇങ്ങനെ ഉടയോലോ, അങ്ങനെ മാത്രമേ അവിടേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും അലറി വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്തിട്ട് പാസ്റ്റിലേക്ക് ചെന്നു. പക്ഷേ വെള്ളത്തിലാണ് ചെന്ന് ലാൻഡ് ആയത്. അതുകൊണ്ട് ഒഴുക്കിലിങ്ങനെ പോവാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിടിച്ച് ഒരു വിധത്തിൽ കരയിലേക്ക് കയറാണ്. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും സംശയമായി, ഇത് യഥാർത്ഥത്തില് നമ്മുടെ പാസ്റ്റ് തന്നെയാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോഴേക്കും ഫ്രാങ്കോ പറയും, അതെ ഇത് തന്നെയാണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഒരു പ്രാവശ്യം ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്ര സമയമുണ്ടെന്ന് കാണിക്കും. അതുപോലെ നിങ്ങൾക്ക് തിരിച്ച് ഫ്യൂച്ചറിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ കുറച്ചു നേരം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ കഴിയും. അതുമല്ല ഒരു ബട്ടൺ ഒരാൾ പ്രസ് ചെയ്താൽ മതി, ബാക്കി എല്ലാവരും ഫ്യൂച്ചറിലേക്ക് പോകും എന്നുള്ള കാര്യമെല്ലാം നമ്മുടെ ഫ്രാങ്ക് ഇവരോട് പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് അകത്ത് ഇങ്ങനെ പോവാണ്. അത് ആ ഒരു കാടാണല്ലോ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഫ്രഞ്ച് നാട്ടിലെ ആളുകളെല്ലാം പേടിച്ചിട്ട് അലറി വിളിച്ചിങ്ങനെ ഓടുന്നു. ഇതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് ഫ്രാങ്കോയി അവൻ പറയുന്നത് എല്ലാവരും ഒളിക്കാനായിട്ടാണ് അവർ പറയുന്നത്. ഇംഗ്ലീഷ് നാട്ടിലെ ആ ഒരു സൈനികരുണ്ടല്ലോ അവരാണ് എല്ലാവരെയും കൊല്ലാനായിട്ട് ഇങ്ങനെ വരുന്നത്. ഇത് കേൾക്കുന്നത് നമ്മുടെ ടീമായാലും പെട്ടെന്ന് പല വഴിക്കായിട്ട് പിരിഞ്ഞോടി എല്ലാവരും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കാണ്. അതേസമയം ഫ്രാങ്ക് ആണെങ്കിലോ ഇവരുടെ കൂടെ വേറെ 2 പേരെ കൂടി കൊണ്ടുവന്നിരുന്നു. അതിലൊരുത്തൻ ഇപ്പോഴും നിൽക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു സൈനികൻ അവന്റെ ദേഹത്തേക്ക് അമ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവനായാലും പെട്ടെന്ന് താഴേക്ക് വീഴാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗ്രനേഡ് ഇങ്ങനെ എടുക്കാണ്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവൻ ആരും അറിയാതെ ഒരു ഗ്രനേഡ് എടുത്തോണ്ട് വന്നിരുന്നു. അതുമല്ല ഇവൻ ആ ഒരു ഗ്രനേഡ് ഓപ്പൺ ചെയ്ത് എറിയുന്നതിന് മുന്നേ തന്നെ ഇവൻ ആ ഒരു ബട്ടണിൽ കുറച്ചു നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നതും ഇവൻ നേരെ ഫ്യൂച്ചറിലേക്ക് വരുന്നു. ഇവന്റെ കയ്യിൽ ഗ്രനേഡ് ആഹാ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗ്രനേഡ് താഴേക്ക് വീണ് ആ ഒരു മെഷീൻ മൊത്തം തകരുന്നതും ഇനി എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ടീം എങ്ങനെ തിരിച്ചു വരും എന്ന് നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവിടെ ഒളിച്ചു നിൽക്കുന്നു. ആ ഒരു സോൾജേഴ്സ് ഒരിക്കലും അവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ തന്റെ ടീമിനെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാർക്ക് ബഹളം വെച്ച് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഓടാണ്. അപ്പോൾ അവരെല്ലാവരും മാർക്കിന്റെ പുറകെ ഇങ്ങനെ ഓടും. അപ്പോൾ ഇവരുടെ കൂടെ ഫ്രാങ്ക് കൊണ്ടുവന്ന ആ 2 പേര് എന്തായാലും മരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രാങ്കോയി പറയും, ശരി ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യും, നമുക്ക് തിരിച്ചു പോവാന്നില്ലേ പറയുമ്പോൾ ഫ്രാങ്ക് പറയും, ഏയ് അതെങ്ങനെ ശരിയാവും, ഇപ്പൊ എന്തായാലും അത് ചെയ്യണ്ട. കാരണം ഇവരെല്ലാവരും 40 അടി ദൂരം അകലെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 40 അടിക്കുള്ളിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വരും. അതുപോലെ നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നത്, ആ ഒരു പ്രൊഫസറെ കണ്ടുപിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ മാർക്കിനെ കാണിക്കുമ്പോൾ മാർക്ക് ഇപ്പോൾ ഒരുപാട് ദൂരം ഓടാണ്. ആ ഒരു സോൾജേഴ്സ് പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഓടി ക്ഷീണിച്ച അവസാനം അവൻ അടുത്തുള്ളൊരു ചെടികൾക്കിടയിലേക്ക് ഓടി ഇങ്ങനെ കയറുമ്പോഴത്തേക്കും അതിനകത്ത് ആൾറെഡി ഒരു പെണ്ണുണ്ട്. അതൊരു ഫ്രഞ്ചുകാരിയാണ്. അവളാണെങ്കിലോ മാർക്കകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പേടിച്ച് അവൾ നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ വായ മൂടി വെച്ചിട്ട് അവളോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാൽ അവൾ മിണ്ടാതിരിക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഈ ഫ്രഞ്ച് നാട്ടിലെ പടയാളികൾ കൂടി വരുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ നല്ലതുപോലെ ഫൈറ്റായി. കുറെ കഴിഞ്ഞിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതേസമയം ആ ഒരു പെണ്ണ് പതിയെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു സോൾജിയർ വന്ന് അവളെ വലിച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അടുത്തൊരു വാളുണ്ട്, അതെടുത്ത് ആ ഒരു സോൾജറിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി അയാളെ അവിടെ വെച്ച് കൊല്ലുന്നു. അതുമല്ല മാർക്കിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാരണം ഇവൻ ആദ്യമായിട്ടാണ് ഒരാളെ കൊല്ലുന്നത്. അപ്പൊ ആ ഒരു പെണ്ണ് പറയും, ഈ ഒരു നാട്ടിൽ ഇതൊക്കെ സാധാരണ വിഷയമാണ് എന്നും പറഞ്ഞ് ഇവർ വീണ്ടും ഓടാൻ തുടങ്ങുന്നു. ഇവിടെ നമ്മുടെ ഹീറോയും ബാക്കിയുള്ളവരും മറ്റൊരു വഴിക്ക് ഓടുന്നു. അതേസമയം ഇവിടെ ഫ്യൂച്ചറിൽ കാണിക്കുമ്പോൾ അവർ വന്നിട്ട് അവരത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് പറഞ്ഞതാണ് മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കൊണ്ടുവരുതെന്ന്, പിന്നെ എന്തിനാ നീ ഇത് കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ നെഞ്ചിൽ ആ ഒരു അമ്പ് കൊണ്ടത് കൊണ്ട് തന്നെ അവൻ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവന്റെ കഴുത്തിലുള്ള ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതും എടുത്തിങ്ങനെ വിൽക്കുകയാണ്. അതേസമയം ഇവിടെ സ്റ്റേൻ
ഇവരോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ, ബാക്കപ്പിനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റോബർട്ട് പറയും കുറച്ചു നേരം മിണ്ടാതിരിക്കണം മാണ്ട, ബാക്കപ്പ് പ്ലാനൊക്കെ ഉണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതേസമയം ഇവിടെ പാസ്റ്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ മാർക്ക് ആ ഒരു പെണ്ണിനെയും കൂട്ടി ഒരു വഴിക്ക് ഇങ്ങനെ ഓടി വരുന്നു. അതേസമയം ഹീറോയിൻ ടീമും മറ്റൊരു വഴിക്ക് ഓടി വന്നിട്ട് ഇവരിപ്പോ പരസ്പരം കണ്ടുമുട്ടുകയാണ്. അപ്പോൾ മാർക്ക് അവരോട് പറയും ഈ ഒരു പെണ്ണ് നമ്മളെ കാസ്റ്റൽ ഗാർഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവരായാലും ആ ഒരു പെണ്ണിനെ ഫോളോ ചെയ്ത് അവസാനം ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള വീരന്മാരെല്ലാം ആയുധങ്ങളൊക്കെ ആയിട്ട് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് പോകാനായിട്ട് നിൽക്കാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർക്കൊരു തോന്നല് ഇന്നത്തെ ഈ ഒരു ഡേറ്റ് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അത് ഏപ്രിൽ 4 അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദിവസമാണ് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും കൂടി നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ആ ഒരു യുദ്ധത്തിലെ ഈ ഒരു നാട് തന്നെ ഇല്ലാണ്ടായത്. കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ അവരവിടെ എത്തി എന്നുള്ളതാണ്. അതേസമയം ഇവിടെ ഫ്യൂച്ചറിൽ ആ ഒരു മെഷീൻ വീണ്ടും റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അതുപോലെ ഹീറോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബട്ടൺ ഇനി 5 മണിക്കൂർ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കണം. അതേസമയം സ്റ്റെയിൻ ഇവരോട് ചോദിക്കും അല്ല സ്റ്റീവൻ, ഒരുപക്ഷെ അവരുടെ ആ ഒരു ബട്ടന്റെ സമയം കഴിഞ്ഞ് അവരെല്ലാവരും അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാലേ അവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ടീമിനെ അവിടേക്ക് പറഞ്ഞു വിട്ടാൽ പോരെ, കാരണം ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് തിരിച്ചു വരുമല്ലോ എന്ന് പറയുമ്പോൾ സ്റ്റീവൻ പറയും അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ ഒരു വാം ഹോള് ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം എന്തുകൊണ്ടാണ് ലോക്കായി നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ഗ്രനേഡും പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു വോം ഹോള് അത് ലോക്കാവാനായിട്ടുള്ള കാരണം എന്താണോ അതും ചിലപ്പോൾ നശിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതേസമയം ഇവിടെ വീണ്ടും പാസ്റ്റിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും നടന്നു പോകുന്ന സമയത്താണ് ആ ഒരു ഇംഗ്ലീഷ് നാട്ടിലെ സോൾജേഴ്സ് ഉണ്ടല്ലോ ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവരെല്ലാവരെയും പിടിക്കാനായിട്ട് വരുന്നു. അതേസമയം ആ ഒരു ഫ്രഞ്ചുകാരിയായിട്ടുള്ള ആ ഒരു പെണ്ണ് അവള് മാത്രം ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവും. അങ്ങനെ ഇവരെല്ലാവരെയും ആ ഒരു ഇംഗ്ലീഷ് നാട്ടിലെ രാജാവുണ്ടല്ലോ അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് അവന്റെ പേര് ലോർഡ് ഒലിവർ. അതുമല്ല ഈ ഒരു കഥകളെല്ലാം ഇവർ വായിച്ചതും അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ പഠിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നേരിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നത് ആദ്യമായിട്ടാണ്. അതുമല്ല ഇവർ സംസാരിക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഒലിവർ ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും സ്കോട്ടിഷ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു ഭാഷ. ഓ നിങ്ങൾ സ്കോട്ടിഷ് ആണോ, ഇതുപോലെ തന്നെയാണ് ജോൺ എന്ന് പറഞ്ഞ ഒരുത്തിന് ഇവിടേക്ക് വന്നത്, അവൻ ഒറ്റയ്ക്ക് വന്നെന്നാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങളെല്ലാവരും എങ്ങനെ ഇവിടെ എത്തിയത് എന്നുള്ള രീതിയിൽ സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇത് കേൾക്കുന്ന അവർക്കെല്ലാവർക്കും സന്തോഷമായി. കാരണം ജോൺ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയുടെ അച്ഛനാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഫ്രാങ്ക് പറയും ഇല്ല ലോഡ്, വേറെ ഒന്നുമല്ല, അദ്ദേഹം ഞങ്ങളുടെ മാസ്റ്ററാണ്, ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിന്തുടർന്ന് ഇവിടേക്ക് വന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഒരു കാര്യം അറിയത്തില്ല, 2-3 ദിവസം മുന്നേ അദ്ദേഹം ഇവിടെ വന്നതുകൊണ്ട് ആ ഒരു കാര്യം അറിയാതെ പോയി. അതേസമയം ഇതിലെ നമ്മുടെ ഫ്രാങ്കോ ഉണ്ടല്ലോ അവനോട് ആ ഒരു ഒലിവർ ചോദിക്കും അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഫ്രഞ്ച് ആണെന്ന് ഇങ്ങനെ പറയുന്നതും എല്ലാവരും വാളും തൂക്കി അവനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മാർക്ക് പറയും ഇല്ല ലോഡ്, അവൻ ഞങ്ങളുടെ സുഹൃത്താണ്, ഫ്രഞ്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവനെ ഞങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ ഇത് കേൾക്കുന്ന ആ ഒരു രാജാവുണ്ടല്ലോ ഒലിവർ അവൻ പെട്ടെന്ന് ചിരിച്ചിട്ട് ഇവനെ വെറുതെ വിടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനോട് ഫ്രഞ്ചിൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് അതെന്താണെന്ന് പറയുമ്പോൾ അപ്പോൾ ഫ്രാങ്കോ അതിന്റെ അർത്ഥം പറയുമ്പോഴത്തേക്കാണ് സ്പൈ, ചാരനുണ്ടല്ലോ, അങ്ങനെയാണ് അതിന് അർത്ഥം വരുന്നത്. ഇപ്പോ സുഹൃത്തായിട്ടിരുന്നാലും ഫ്രഞ്ചുകാരൻ എന്ന് പറഞ്ഞാല് ചാരന്മാരാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫ്രാങ്കോയിനെ ആ ഒരു രാജാവ് അവിടെ വെച്ച് തന്നെ കുത്തിക്കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരെയും മുകളിൽ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. അതുപോലെ ഇനിയുള്ള 4 മണിക്കൂറിനകം ഇവരെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടവും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും. അതേസമയം നമ്മുടെ കേറ്റ് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരാളെ കാണുന്നത്, വേറെ ആരുമല്ല ഹീറോയുടെ അച്ഛൻ. ഹീറോയുടെ അച്ഛന് ഒരു സ്പൈ ആണെന്നുള്ള രീതിയിലാണ് ഇവര് ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അയാളെ മാത്രം എന്തുകൊണ്ട് കൊന്നില്ല എന്ന് മാത്രം ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത് അതിനൊരു കാരണമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു പുതിയ വെപ്പൺ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് എന്നെ അവർ വെറുതെ വിട്ടത്. അപ്പോൾ ഇവർ ചോദിക്കും അല്ല അങ്ങനെ മോഡേൺ വെപ്പണായിട്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, പിന്നെ എന്താ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഗ്രീക്ക് ഫയർ ആണ്. കാരണം സാധാരണ തേയില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അണയും, പക്ഷേ ഈ ഒരു ഗ്രീക്ക് ഫയറിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് അണയത്തില്ല. അതുപോലുള്ളൊരു വെപ്പണാണ് അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഷോക്ക് ആവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചരിത്രം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇംഗ്ലീഷുകാർ തോക്കണം, പക്ഷേ ഈ ഒരു ഗ്രീക്ക് ഫയർ ഇംഗ്ലീഷുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെച്ച് ഈ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചരിത്രം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് എല്ലാവരും ഹീറോയുടെ അച്ഛനോട് പ്രൊഫസർ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇത് കാരണം ഈ ഒരു ചരിത്രം മാറുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നല്ല എല്ലാവരും ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പൊ അതിനൊന്നും എന്തായാലും സമയമില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റൂ. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗ്രീക്ക് ഫയർ ഒരിക്കലും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അതേസമയം നമ്മുടെ കേറ്റ് നോക്കുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു കൂരയുണ്ട്, അതിൽ ചെറിയൊരു ഹോളുണ്ട്. അപ്പൊ അതുവഴി ഇവള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെളിയിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ ആ ഒരു മെയിൻ ഡോർ തുറന്നു തരാം, അപ്പോൾ നിങ്ങൾ എല്ലാവരും വെളിയിലേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ആരും അതിന് സമ്മതിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, ഒരുപക്ഷെ ആരെങ്കിലും അവളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവളെ കൊണ്ട് അതിന് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പോവാം എന്നെല്ലാം ഓരോരുത്തരായിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ പറയാണ്.
പക്ഷെ കേറ്റിനാണെങ്കിലോ നല്ലതുപോലെ ഈ മരങ്ങളെല്ലാം കയറാൻ അറിയാം. അതുകൊണ്ട് ഇവരെയും കാട്ടി നല്ലതുപോലെ അവൾ എന്തായാലും മുകളിലേക്ക് കയറും എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേറ്റ് തന്നെ ഇപ്പോൾ മുകളിലേക്ക് പോവാണ്. അതുമല്ല ആ ഒരു ഹോൾ വഴി പോകുന്നതിന് മുന്നേ ഹീറോയ്ക്ക് ഒരു കിസ്സും കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം അവൾക്കും എന്തായാലും അവനോട് ഇഷ്ടമുണ്ട്. പക്ഷേ ഇനിയിപ്പോ തിരിച്ചു വരുമില്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ കേറ്റായാലും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കൂര വഴി മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരിടത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. കാണിക്കുമ്പോൾ ആ ഒരു സോൾജേഴ്സ് താഴെ കൂടെ നടന്നു പോകുന്നുണ്ട്. അവര് വല്ലതും കണ്ടാലേ അത്രയേ ഉള്ളൂ. എന്നിരുന്നാൽ അവൾ കാണാതെ തൂങ്ങിക്കിടന്നിട്ട് പതിയെ ആ ഒരു കൂരയുടെ മുകളിലേക്ക് വീണ്ടും കയറി ആ കൂരയുടെ അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തെന്നി താഴേക്ക് പോവാണ്. ഇവള് താഴെ വീഴൊന്ന് പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോ അവൾ പോകുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പ് വഴി അവളെ വന്നങ്ങ് പിടിക്കും. അപ്പോഴേ ഇവർ പറയുന്നുണ്ട്, കേറ്റ് നീ അകത്തേക്ക് കയറ്, ഞങ്ങൾ പോവാന്ന് പറയുമ്പോൾ അവൾ പറയില്ല ഞാൻ തന്നെ പോവാന്നും പറഞ്ഞിട്ട് പതിയെ അതെല്ലാം പിടിച്ച് ഈ കുരങ്ങുകൾ ഇറങ്ങുമല്ലോ അതുപോലെല്ലാം തൂങ്ങി താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു സോൾജർ ഇരുന്ന് എന്തോ ആഹാരം കഴിക്കാണ്. അപ്പൊ അവിടെയായിട്ട് കുറച്ച് അമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിലൊരമ്പ് പതിയെ അവൾ എടുക്കുന്നതും എന്തോ ഒരു ശബ്ദം കേട്ട ആ ഒരു സോൾജർ അവിടേക്ക് വന്ന് എത്തി നോക്കുമ്പോൾ അത് വെച്ച് തന്നെ അവന്റെ നെഞ്ചിലേക്ക് കുത്തി അവനെ കൊല്ലുന്നതും പെട്ടെന്ന് മറ്റൊരു സോൾജർ അവിടേക്ക് വരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കേറ്റ് എന്താ ചെയ്യുന്ന വെച്ചാല് പെട്ടെന്ന് ഈ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ആ ഒരു പടിയുണ്ടല്ലോ അത് ഓപ്പൺ ചെയ്ത് വിടുന്നത് നമ്മുടെ ആളുകൾ നേരെ താഴേക്ക് വന്നിട്ട് ആ ഒരു സോൾജറിനെ കൊന്ന് അത് കഴിഞ്ഞ് എല്ലാവരും അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് വെളിയിൽ പോകാന്നുള്ള രീതിയിൽ എല്ലാവരും നടന്നിങ്ങനെ വരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും നടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ മാർക്ക് ഒരു കാര്യം കാണുന്നത്. ഒരു ഫ്രഞ്ചുകാരി പെണ്ണുണ്ടല്ലോ അവൾ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിരുന്നു. ആ ഒരു പെണ്ണെ വീണ്ടും ഈ ഒരു ഇംഗ്ലീഷുകാർ പിടിച്ചു. എന്നിട്ട് അവളെ നല്ലതുപോലെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്ക് പറയും, ഗൈസ് നിങ്ങൾ എല്ലാവരും മുന്നിലേക്ക് പോയിക്കോ, ഞാൻ എന്തായാലും പുറകെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അവരെല്ലാം പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് ആ ഒരു പെണ്ണിനെ രക്ഷിക്കാനായിട്ട് പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും അവളെ ഇപ്പോൾ ഒരിടത്ത് അടച്ചിട്ടേക്കുന്നു. അങ്ങനെ അതിന് വെളിയിൽ നിൽക്കുന്ന ഒരു സോൾജിയറിനെ മാർക്ക് അമ്പ് ചെയ്തിങ്ങനെ കൊന്നിട്ട് അത് കഴിഞ്ഞ് അവളുള്ള ആ ഒരു റൂമിനടുത്തേക്ക് നടന്നു ചെല്ലുന്നതും കാണിക്കുമ്പോഴത്തേക്കും നല്ല കാളയുടെ സൈസുള്ള ഒരുത്തൻ അവന്റെ പുറകെ തന്നെ വരുന്നു. എന്നിട്ട് നമ്മുടെ മാർക്കിനെ അടിക്കാനായിട്ട് വരുമ്പോൾ മാർക്ക് അവനെ തള്ളിക്കളഞ്ഞ ആ ഒരു റൂമിനകത്തേക്ക് കയറി ഡോർ അടച്ചിങ്ങനെ ഇരിക്കാണ്. പക്ഷെ ഇത് തടി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് ആ ഒരുത്തൻ അത് പെട്ടെന്ന് തന്നെ വെട്ടിപ്പൊളിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ മാർക്കും ആ ഒരു പെണ്ണും വലിയൊരു കമ്പി എടുത്ത് ഈ ഒരു ഡോർ തുറക്കാത്ത രീതിയിൽ ചാരി അങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചുമർ ഇടിച്ച് തകർക്കാണ്. ഈ ഒരു കാലഘട്ടത്തിലാണല്ലോ കമ്പിയും കല്ലെല്ലാം വെച്ചിട്ട് കെട്ടിയിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മണ്ണും കല്ലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചുമരെല്ലാം തകർക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ അതും തകർത്ത് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഫ്രാങ്ക് ഉണ്ടല്ലോ ഇവരെല്ലാവരും ഇപ്പോൾ ഒരിടത്തേക്ക് വന്നിട്ട് തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടി ആ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, ഇല്ല മാർക്കില്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും, ഏയ് നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, പ്രൊഫസറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്റെ ആ ഒരു ജോലി കഴിഞ്ഞു എന്നും പറഞ്ഞ് അവൻ കുറച്ചു ദൂരം മാറി നിന്ന് ഇപ്പൊ ആ ഒരു ബട്ടൺ അമർത്തി ഒറ്റയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോ ഓടി വന്നിട്ട് അവന്റെ മൂക്കിന് നോക്കി ഒരു ഒറ്റയിടി. എന്നിട്ട് പറയും, അപ്പൊ ഇതുപോലെയല്ലേ നീ ഇതിനു മുന്നേ എന്റെ അച്ഛൻ ഇവിടെ വിട്ടിട്ട് പോയത്, അതുപോലെ ഞങ്ങളെ വിട്ടിട്ട് പോകാൻ പോവാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവര് വഴക്കിടുമ്പോഴത്തേക്കും ഇനിയിപ്പോ സമയം കഴിയാറായി. അതുകൊണ്ട് വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്തായാലും ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തരും അവരുടെ കഴുത്തിലുള്ള ആ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒന്നും വർക്ക് ആവുന്നില്ല. അതെങ്ങനെ വർക്കാവും, ഫ്യൂച്ചറിൽ ആ ഒരു മെഷീൻ അവിടെ തകർന്നിരിക്കുകയല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരുപാട് സോൾജേഴ്സ് ഉണ്ടല്ലോ ഇവരെ അന്വേഷിച്ച് വെളിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരു വീടിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. അതേസമയം ഇവിടെ മാർക്കിനെ കാണിക്കുമ്പോൾ മാർക്ക് ആ ഒരു പെണ്ണിനെ ഒരു കുട്ട പോലത്തെ ഒരു വഞ്ചിയിൽ വെച്ചിട്ട് അവളെ രക്ഷപ്പെടുത്തി പുഴയിലൂടെ ഇങ്ങനെ കൊണ്ടുവരാണ്. വേറെ ഒന്നുമല്ല, മാർക്കിന് ആ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഓരോ പിക്കപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കാന്ന് വിചാരിച്ച് ഈ മോഡേൺ വേൾഡിൽ എങ്ങനെയാ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ, നിങ്ങൾ അവരെ നോക്കുന്നുണ്ടോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമല്ലോ. ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ അവളെ ചുറ്റിനും ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല എന്നെ ആരും നോക്കുന്നില്ല എന്ന് പറയുന്നതും, ചേട്ടാ മോനെ ഒന്ന് പിക്കപ്പ് ലൈൻ ഇട്ടിട്ട് വളയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവള് വഴങ്ങുന്ന ലക്ഷണമില്ല. അങ്ങനെ സംസാരിച്ച് പോകുമ്പോഴത്തേക്കാണ് വീണ്ടും ഈ ഒരു പടയാളികളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഇവര് കരയിലേക്ക് വരുന്നു. ഇംഗ്ലീഷ് പടയാളികളാണെന്ന് വിചാരിക്കുമ്പോൾ അത് ഫ്രഞ്ച് പടയാളികളാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കരയിലേക്ക് കയറ്റിയിട്ട് ആ ഒരു പെണ്ണേയും കൂട്ടി അവർ പോകുമ്പോൾ ക്ലാര എന്ന് പറഞ്ഞൊരു പേര് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് ആഹാ നമ്മുടെ മാർക്ക് അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നത്. വേറെ ഒന്നുമല്ല, ക്ലാര എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണ് ഫ്രഞ്ച് സൈനികന്റെ സഹോദരിയാണ്. അങ്ങനെ ഈ ഒരു പെണ്ണിനെ ഇംഗ്ലീഷുകാർ തൂക്കി കൊല്ലുന്നത് കൊണ്ടാണ് ഫ്രഞ്ചുകാർ അവിടേക്ക് ചെന്നിട്ട് അത്രയും വലിയൊരു യുദ്ധത്തിലെ എല്ലാം തകർക്കുന്നത്. അപ്പോ ചരിത്രം തന്നെയാണ് നമ്മുടെ മാർക്ക് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ അന്തം വിട്ടിങ്ങനെ നോക്കുന്നത്. അതേസമയം മറ്റൊരു വശത്ത് നിന്നും ആ ഒരു ഇംഗ്ലീഷ് പടയാളികളുണ്ടല്ലോ അവരിപ്പോ ഇവിടേക്ക് അമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലാരയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അതേസമയം നമ്മുടെ ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും ഒരു വീടിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കേറ്റി നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. കാരണം അവൾ ഇപ്പോൾ ഒരാളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടേക്ക് വീണ്ടും ആ ഒരു ഇംഗ്ലീഷ് പടയാളികള് അവരകത്തേക്ക് കയറി വരുമ്പോൾ ഇവർ അവരോട് ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ ഫ്രാങ്കും ഹീറോയുടെ അച്ഛനും മാത്രം അവരുടെ കയ്യിൽ പെട്ടുപോയി. അതേസമയം നമ്മുടെ ഹീറോയും കേറ്റിയും അടുത്തുള്ള ഒരു വീടിനകത്തേക്ക് കയറി ഇങ്ങനെ ഒളിക്കുമ്പോഴത്തേക്കും ഇത് ഈ ഒരു പടയാളികളുടെ തലവൻ കണ്ടിട്ട് ആ ഒരു വീടങ്ങ് മൊത്തത്തിൽ കത്തിയാൻ പറയും.
അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു വീട് കത്തിക്കാനായിട്ട് വരുമ്പോൾ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഹേ ക്രിസ്, നീ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് വാ മോനെ, ഒരു കാരണവശാലും അതിനകത്ത് നിൽക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോൾ അകത്തു നിന്നും ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഹീറോ മരിച്ചെന്ന് വിചാരിച്ചിട്ട് അവന്റെ അച്ഛൻ ഇങ്ങനെ വിശ്വസിക്കുമ്പോഴത്തേക്കാണ് അവര് രണ്ടുപേരും പതിയെ ഈ ഒരു വീടിന്റെ മുകളിലേക്ക് കയറി അതുവഴി രക്ഷപ്പെട്ടിങ്ങനെ പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ മാർക്കിനെ കാണിക്കുമ്പോൾ ക്ലാരയെ കൂട്ടി അവളുടെ സഹോദരന്റെ അടുത്തേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. എന്നിട്ട് മാർക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സംരക്ഷിക്കണം, ഇന്ന് രാത്രി ഇവിടെയും പറഞ്ഞുവിടാൻ പാടില്ല എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും, എന്റെ സഹോദരിയെ തന്നെ നീ രക്ഷിച്ചു, നിനക്കിപ്പോ എന്താ വേണ്ടത്, അതുകൊണ്ട് നിങ്ങളെ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മാർക്ക് പറയും, ശരി, എന്റെ സുഹൃത്തുക്കളെ എനിക്ക് സംരക്ഷിക്കണം, അതുകൊണ്ട് ഒരു കുതിരയും ഒരു ആയുധവും അത് മാത്രം മതി എന്ന് പറയുമ്പോൾ ഇവർ പറയും, ഇല്ല, വീണ്ടും ഇംഗ്ലീഷ് പടയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വെറുതെ വിടുമെന്നാണോ എന്നാ ഒരു കമാൻഡർ പറയുമ്പോൾ മാർക്ക് അതൊന്നും കാര്യമാക്കുന്നില്ല. മാർക്ക് പറയും, എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ, ഒരുപക്ഷെ അത് രക്ഷിക്കുന്ന ആ ഒരു അവസരത്തിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ കമാൻഡറിനായാലും ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കുതിരയും കൊടുത്ത് ആയുധവും കൊടുത്തിട്ട് മാർക്കിനോട് അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ നമ്മുടെ ക്ലാരയാണെങ്കിലും മാർക്കിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവളും അടുത്തേക്ക് വന്ന് അവനെ കിസ് ചെയ്തിട്ട് ഭദ്രമായിട്ട് പോയിട്ട് തിരിച്ചു വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഇംഗ്ലീഷ് നാട്ടിലെ ഒരു പടയാളി ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു നിന്നിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അവനിപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു കമാൻഡർ ഉണ്ടല്ലോ അയാളോട് ചെന്ന് പറയുന്നതും ഒലിവറും ഈ ഒരു കാര്യം അറിഞ്ഞു. അതേസമയം നമ്മുടെ ഹീറോയിനും ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ടിങ്ങനെ ഓടുകയാണ്. ഏതു വശത്ത് പോയാലും അവിടെ എല്ലാം പടയാളികൾ മാത്രം. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് രണ്ടുപേരും ഒരിടത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കും. അതുമല്ല ആ ഒരു ബട്ടണും ഇപ്പോൾ വർക്ക് ആവുന്നില്ല, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കേറ്റി പറയുന്നത്, ഫ്യൂച്ചറിൽ അവരുടെ കാലഘട്ടത്തിൽ അവരൊരു ടണല് കണ്ടുപിടിച്ചിരുന്നല്ലോ, ആ ഒരു ടണല് നിർമ്മിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടണല് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ആ ഒരു ടണല് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതേസമയം മാർക്കാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഇവിടേക്ക് വരുന്നു. ഇവിടെ ഈ ഒരു രണ്ട് നാട്ടിലെ കമാൻഡറും ആ ഒരു പടയാളികളും കൂടി ചേർന്നിട്ട് മറ്റൊരിടത്ത് നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഇവിടെ മാർക്കിനെ കാണിക്കുമ്പോൾ മാർക്ക് കുതിരയിൽ വരുന്ന സമയത്ത് ഈ ഇംഗ്ലീഷ് പടയാളികളുണ്ടല്ലോ അവരിപ്പോ നമ്മുടെ മാർക്കിനെ പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മാർക്കിനെ നല്ലതുപോലെ അടിച്ച് മാർക്കിന്റെ ബോധം പോകുന്നതും ഒരു വണ്ടിയിൽ ഇങ്ങനെ കെട്ടിയിടുന്നു. കാണിക്കുമ്പോഴത്തേക്ക് അതേ വണ്ടിയിലാണ് ഹീറോയുടെ അച്ഛനെയും അതേപോലെ തന്നെ ഫ്രാങ്കിനെയും കെട്ടിയിട്ടുണ്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും ഇവര് മൂന്നുപേരും വീണ്ടും ഒന്നിച്ചു. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ കുതിരയിലിരിക്കുന്ന ഒരു പടയാളി പെട്ടെന്ന് നമ്മുടെ ഫ്രാങ്കിനെ കണ്ടിട്ട്, ഹേയ് ഫ്രാങ്ക്, നീ ഇപ്പോഴും മരിച്ചില്ലേ, ജീവനോടെ തന്നെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പെട്ടെന്ന് തിരിച്ചു ചോദിക്കും, ഹേ ഡക്കർ, നീ ഇപ്പോഴും മരിച്ചിട്ടില്ലേ, നീ ജീവനോടെ തന്നെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, എന്തേ, ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ആ ഒരു വിൻസിയെ എന്നെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നും പറഞ്ഞ് ഫ്രാങ്കിന്റെ കാര്യത്തിലെ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഫ്രാങ്ക് പറയും, ഒരിക്കലും അങ്ങനെയല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടേക്ക് അയച്ചത്, നീയാണത് തെറ്റിദ്ധരിച്ചത്. ശരി, എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പോവാം എന്നിങ്ങനെ പറയുന്നതും ഇത് കേട്ട ഡെക്കർ പെട്ടെന്ന്, നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ നീ വരണമായിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്നും പറഞ്ഞ് ആ ഒരു വാളെടുത്ത് നമ്മുടെ ഫ്രാങ്കിനെ കുത്തി അങ്ങ് കൊല്ലുകയാണ്. സത്യത്തിൽ ഡെക്കർ എന്ന് പറഞ്ഞവനും ഫ്രാങ്കും അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഇവര് രണ്ടുപേരും ഈ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ച് ഇവിടേക്ക് വന്നു. പക്ഷേ നമ്മുടെ ഫ്രാങ്ക് പ്രൊഫസറിനെ എങ്ങനെയാണോ ഇവിടെ വിട്ടിട്ട് പോയത് അതേപോലെ തന്നെ അവനെ വിട്ടിട്ട് പോയി. ആ ഒരു ദേഷ്യത്തിലാണ് ഇവനിപ്പോ ഫ്രാങ്കിനെ കൊന്നതും. അതുമല്ല നമ്മുടെ ഫ്രാങ്കിനെ പറ്റിയും അതുപോലെ നമ്മുടെ പ്രൊഫസറിനെ പറ്റിയും ബാക്കിയുള്ള എല്ലാവരെ പറ്റിയും ഇവന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു ഒലിവറിന്റെ പടയിൽ ചേരുകയും ചെയ്തു. കൂടാതെ ഇവൻ ഒരുപാട് തവണ ടൈം ട്രാവൽ ചെയ്തു വന്നതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ എറർ സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഓ, അപ്പൊ ഫ്രാങ്ക് അതിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞില്ലല്ലേ, കള്ളനായിട്ടുള്ള ഫ്രാങ്ക്. നമ്മൾ ഒരുപാട് തവണ ടൈം ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ DNA മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സ്, ഓർഗൻസ് ഇതെല്ലാം ഡിസ്ലൊക്കേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ നിന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഡെക്കർ പറയും, അതൊരിക്കലും കഴിയത്തില്ല, കാരണം ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് തവണ ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ബോഡി പാർട്സ് എല്ലാം പലതായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ടൈം ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മരിക്കും, അതുകൊണ്ട് ഇത് തന്നെയാണ് എന്റെ വീട്, ഇവിടെ തന്നെയാണ് ഞാൻ കഴിയാൻ പോകുന്നത്. അതുമല്ല, ഒലിവറാണ് എന്റെ രാജാവ്, അദ്ദേഹത്തിനാണ് ഞാൻ ഇനി സേവ ചെയ്യാൻ പോകുന്നത് എന്നല്ല ഇവരോട് പറഞ്ഞ് ഇവരെ രണ്ടുപേരെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ട് അടയ്ക്കുകയാണ്. അവിടെയാണ് ആ ഒരു ഗ്രീക്ക് ഫയർ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. വേറെ ഒന്നുമല്ല, ആ ഒരു ഗ്രീക്ക് ഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും അവിടെ അടച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്തത് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ ഒരു ടണലുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തി. അവിടെ വന്നിട്ടാണ് ഇതേത് ഭാഗത്തു നിന്നാണ് ഞാൻ കുഴിച്ചിറങ്ങിയത് എന്നുള്ള രീതിയിൽ അവൾ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുന്നു. പക്ഷെ എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. അതേ സമയമാണ് അവിടെ നിന്ന് അവരൊരു ഡോക്യുമെന്റ് കണ്ടുപിടിച്ചിരുന്നല്ലോ. അങ്ങനെ അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്താണ് ഹീറോയുടെ അച്ഛൻ ആ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യം എഴുതിയിട്ടുള്ളതും അതേപോലെ തന്നെ അയാളുടെ കണ്ണാടി ഉള്ളത്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കും വിശ്വാസമായി. അപ്പോൾ ഹീറോ പറയും, ശരി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ണാടി എടുക്കുമ്പോൾ ഹീറോയും പറയും, ഇല്ലില്ല, ആ ഒരു കണ്ണാടി എടുത്തെടുത്ത് തന്നെ വെക്ക്, കാരണം ഇത് നീ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ ഒരു കാര്യം ഒരിക്കലും നമ്മൾ കണ്ടുപിടിക്കില്ല.
അതുകൊണ്ട് അത് അവിടെ തന്നെ വെക്കാൻ പറയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെയുള്ളത്. പക്ഷെ ആ ഒരു ടണൽ എവിടെയാണെന്ന് മാത്രമേ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നും പറഞ്ഞ് ഹീറോയിനെ വിളിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ലില്ല ഇവിടെ തന്നെയാണ് ഞാനത് കണ്ടത്. അതുമല്ല അവിടെയാണെങ്കിൽ ഒരു ശില്പം ഉണ്ടായിരുന്നു, അതാരാണ് തകർത്തതെന്ന് വരെ ഞാൻ ചോദിച്ചു എന്നും പറഞ്ഞിങ്ങനെ പെട്ടെന്ന് തിരിയുമ്പോൾ അവിടെ ആ ഒരു കല്ലിൽ കൊത്തിയ ശില്പമുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഓ അപ്പോൾ അത് ചെയ്തത് ഞാൻ തന്നെയാണോ എന്നും പറഞ്ഞ് ഓടിച്ചെന്നിട്ട് അതിങ്ങനെ തകർക്കാണ്. അപ്പോൾ ഹീറോയിൻ എന്താണ് ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. എന്നിരുന്നാലും അവന് കൂടെ ചെന്നിട്ട് ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇവരത് തകർക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗത്ത് ആ ഒരു ടണലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേറ്റ് പാസ്റ്റിൽ ഈ ഒരു ടണൽ ഉടച്ചത് കൊണ്ടാണ് ഫ്യൂച്ചറിൽ അവർ ആ ഒരു കല്ലിൽ കൊത്തിയ ശില്പം ഉണ്ടല്ലോ അത് തകർന്നതായിട്ട് കണ്ടുപിടിച്ചത്. അതുപോലെ ആ ഒരു ടണൽ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് അത്രയും സന്തോഷം. ഇവരെ തന്നെയാണ് ഇവർ സ്വയം ഫ്യൂച്ചറിൽ വഴക്ക് പറഞ്ഞതും. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനകത്തേക്ക് പോകുന്നതും. അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഫ്രഞ്ചുകാരാണെങ്കിലോ ഈ ഒരു തീപ്പന്തം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ എറിയുന്നു. ഇംഗ്ലീഷുകാർ തിരിച്ച് നമ്മുടെ പ്രൊഫസർ ഉണ്ടാക്കിയ ആ ഒരു ഗ്രീക്ക് ഫയർ ഉപയോഗിച്ചിട്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്നതും അതിലൊരു വലിയ മെഷീൻ അങ്ങ് തകർന്നു വീഴാണ്. അതേസമയം ഈ ഒരു ഫ്രഞ്ച് സൈനികരാണെങ്കിൽ അത് അണയ്ക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് അണയുന്നതിന് പകരം കൂടുതലായിട്ട് ഇങ്ങനെ കത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണുന്ന ഒലിവർ ആണെങ്കിലോ പെട്ടെന്ന് അത്ഭുതത്തോടെ, ഇത് കൊള്ളാം, ഇതുപോലെ ഒരുപാട് ഗ്രീക്ക് ഫയർ നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഫസർ പറയും, പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഇനി ഒരുപാട് പേരെ വേണം എന്നും പറഞ്ഞ് ഒരു 20 പേരെ കൂടി ഇവരിങ്ങനെ കൊണ്ടുപോവാണ്. അതേ സമയം തന്നെ ഇവിടെ ഫ്യൂച്ചറിൽ കാണിക്കുമ്പോൾ ആ ഒരു മെഷീൻ ഇവർ ഏകദേശം റെഡിയാക്കി 100%അല്ല, ഒരു 81% മാത്രം. അതുമല്ല ഇവരുടെ കയ്യിലുള്ള ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അത് പ്രസ് ചെയ്യാനായിട്ട് ഇനി ബാക്കിയുള്ളത് 28 നിമിഷം മാത്രം. അപ്പോൾ ഇവിടെ ആ ഒരു ഹീറോയുടെ ഫ്രണ്ട് പറയും, ഓക്കെ മെഷീൻ റെഡിയാക്കിയില്ലേ, ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തിപ്പിക്കേ എന്നിങ്ങനെ പറയുമ്പോൾ റോബർട്ട് പറയും, ഇല്ല അതൊരിക്കലും ശരിയാവത്തില്ല എന്നിങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു 81% മാത്രം അതിനെ വിശ്വസിച്ച് അവരെ ഒരിക്കലും ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈയും കാലെല്ലാം മാറി എല്ലാം ഡിസ്ലൊക്കേറ്റഡ് ആയി പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു പുതിയ ജീവിതം ജീവിക്കട്ടെ എന്നും പറഞ്ഞ് ഈ ചെയ്യാൻ പോകുന്ന കാര്യം അങ്ങ് കൈവിടുകയാണ്. അതേസമയം ഇവിടെ പാസ്റ്റിൽ കാണിക്കുമ്പോൾ ഈ ഫ്രഞ്ച് വീരന്മാരുണ്ടല്ലോ അവരെല്ലാവരും തീ കൊണ്ടുള്ള അമ്പ് അവിടേക്ക് ഇങ്ങനെ എയ്തു കൊടുക്കുകയാണ്. അതേസമയം ഒലിവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ തീ ഇല്ലാത്ത അമ്പുണ്ടല്ലോ അത് തിരിച്ചിങ്ങനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഇവർക്കാണെങ്കിലും അത് കാണാൻ കഴിയാത്തത് കൊണ്ട് ഇവർ ഷീൽഡ് എടുത്ത് മുന്നിലേക്ക് വെച്ചില്ല. ആ ഒരു സമയത്ത് ഒരുപാട് സൈനികർ മരിച്ചു പോകുന്നു. ആ ഒരു സമയത്ത് ഫ്രഞ്ച് സൈനികർ എല്ലാവരും പതിയെ പതിയെ പിന്മാറാൻ തുടങ്ങാണ്. അതുമല്ല ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടുപിടിച്ച ആ ഒരു ടണലിനെ പറ്റി അവരെങ്ങനെയോ അറിഞ്ഞിട്ട് ആ ഒരു ടണൽ വഴി തന്നെ പോവാന്ന് പറഞ്ഞ് ഈ ഒരു ഫ്രഞ്ച് സൈനികരെല്ലാം ടണൽ കണ്ടുപിടിക്കാനായിട്ട് അവിടേക്ക് പോകുന്നു. ഇപ്പോൾ ടണലിനകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവർ ഈ ഒരു ടണലിലൂടെ രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരവസരത്തിൽ ആ ഒരു ടണൽ അവിടെ വെച്ച് അവസാനിച്ചു. ഇനി എന്ത് ചെയ്യുന്നറിയത്തില്ല. അപ്പോൾ ഹീറോയിൻ പറയും, എന്നെ വിശ്വസിച്ചാണ് എല്ലാവരും ഇതിനകത്തേക്ക് വന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഫ്രഞ്ച് സൈനികർ ആ ഒരു ടണലിനകത്തേക്ക് കയറുന്നു. അതേ സമയം ഇവിടെ ഒലിവറിനെ കാണിക്കുമ്പോഴത്തേക്കും ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു കമാൻഡറിന്റെ സഹോദരി, അവളെ ഇവർ പിടിച്ചു വെച്ചേക്കുന്നു. അപ്പോൾ നമ്മുടെ മാർക്കായാലും ആലോചിക്കുന്നുണ്ട്, അല്ല ഇവളെ അവളുടെ സഹോദരൻ്റെ അടുത്ത് സേഫായിട്ട് വിട്ടിട്ട് വന്നതല്ലേ, ഇവളെ എങ്ങനെ ഇവർ പിടിച്ചു എന്നിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്രൊഫസർ മാർക്കിനോട് പറയുന്നത്, ചരിത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയത്തില്ല, അതങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്ക് പറയും, അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ എന്താണ് മാറാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് മാർക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രീക്ക് ഫയർ റെഡിയാക്കാനായിട്ട് ഒരുപാട് വെടിമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് കത്തിച്ചു വിടുന്നതും ആ ഒരു സ്ഥലം പൂർണ്ണമായിട്ടും പൊട്ടി അങ്ങ് തെറിക്കുകയാണ്. അതുമല്ല നല്ലതുപോലെ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് ഒരു ബോംബിട്ട ഒരു ഫീലാണ്. കൂടാതെ ഇതിൻ്റെ ആ ഒരു പവർ ആ ഒരു ടണലിലും ഏർപ്പെടുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു ടണലിൽ അടുത്തൊരു ഹോൾ ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നതും ഇവർ ആ ഒരു കോട്ടയ്ക്കകത്ത് ചെല്ലുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ കമാൻഡറിനാണെങ്കിലോ ഈ ഒരു ടണൽ കണ്ടുപിടിച്ച സന്തോഷം. അതുകൊണ്ട് എന്തായാലും അതുവഴി ഇവരുടെ സൈനികരെയും കൂട്ടി മറ്റിടത്തേക്ക് പോയിട്ട് അവൻ്റെ സഹോദരിയെ രക്ഷിക്കാമെന്നും പറഞ്ഞ് അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അമ്പ് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നിലേക്ക് പോകാൻ കഴിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോ അവൻ്റെ അച്ഛനെയും കൂട്ടി അവരുടെ അടുത്ത് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അതേസമയം മാർക്കിനെ കാണിക്കുമ്പോഴത്തേക്കും മാർക്ക് ഇപ്പോൾ ക്ലെയറിനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളാണെങ്കിലോ നല്ലതുപോലെ പേടിച്ചു പോയി. വേറെ ആരോ ആണെന്നും പറഞ്ഞിട്ട് കരയുമ്പോഴത്തേക്കും മാർക്ക് പറയും, ഇല്ലില്ല ഞാനാണെന്നും പറഞ്ഞിട്ട് അവളുടെ കെട്ടെല്ലാം ഇങ്ങനെ അഴിക്കാണ്. മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒലിവറും ആ ഒരു ഫ്രഞ്ച് കമാൻഡർ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്ത് അവസാനം നമ്മുടെ ഒലിവർ ആ ഒരു കമാൻഡറിനെ കൊല്ലാനായിട്ട് വരുന്നതും നമ്മുടെ ഹീറോ അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഒലിവറിനെ ഇങ്ങനെ തള്ളി മാറ്റും. എന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ഹീറോയിനും
പ്രൊഫസർ കൂടി ചേർന്നിട്ട് ആ ഒരു കോട്ടയുടെ വാതില് അത് തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ഒലിവറുമായിട്ട് യുദ്ധം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയെ താഴേക്ക് തള്ളിയിട്ട് ഹീറോയെ കൊല്ലാനായിട്ട് വരുന്നതും ഹീറോ ഒരു കോടലി കണ്ടുപിടിച്ച് ഒലിവറിന് നേർക്ക് ഇങ്ങനെ എറിയുന്നുണ്ട്. പക്ഷെ അതും അവൻ തടയുന്നു. ഓ, ഇത്ര എളുപ്പത്തിൽ എന്നെ കൊല്ലാൻ പറ്റുമെന്നാണോ എന്നും പറഞ്ഞ് ഒലിവർ വീണ്ടും ഹീറോയെ കൊല്ലാനായിട്ട് ഇങ്ങനെ വരുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു കമാൻഡർ പുറകിലൂടെ വന്ന് ഒലിവറിനെ കത്തികൊണ്ട് കുത്തിയാൻ കൊല്ലുകയാണ്. അതുകൊണ്ട് ആ ഒരു ഇംഗ്ലീഷ് നാട്ടിലെ രാജാവിന്റെ കഥ എന്തായാലും കഴിഞ്ഞു. അതേസമയം ഇവിടെ മാർക്ക് ക്ലെയറിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഡെക്കർ എന്ന് പറഞ്ഞ ആവർത്തനുണ്ടല്ലോ, അവൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ അവൻ ഇതിന്റെ ഇടയിൽ എന്ത് വേണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഡെക്കർ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് മാർക്കിന്റെ ഒരു കാത് അങ്ങ് അറുത്തിടുന്നു. ഇങ്ങനെ ഈ ഒരു കാത് മുറിഞ്ഞു പോകുന്നതും അപ്പോഴാണ് നമ്മുടെ മാർക്ക് ചിന്തിക്കുന്നത്, മാർക്ക് ഇതിനു മുന്നേ ഹീറോയോട് പറഞ്ഞല്ലോ 2 ലവേഴ്സിന്റെ ഒരു വലിയ ശില്പം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ശില്പത്തിലാണെങ്കിൽ ഒരു കാതില്ല. സത്യത്തിൽ അത് മാർക്കിന്റെ ക്ലെയറിന്റെ ആയിരുന്നു. ഈ ഒരു കാര്യം നമ്മുടെ മാർക്ക് മനസ്സിലാക്കുന്നതും അവൻ അത്രയും സന്തോഷം, അത് ഞാനാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വേറെ ലെവലിൽ മാർക്ക് തിരിച്ച് ഡെക്കറിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഡെക്കറിനെ മാർക്ക് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു യുദ്ധം കഴിയുന്നതും ചരിത്രപ്രകാരം ഇംഗ്ലീഷ് നാട്ടുകാർ തോറ്റു. ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോ ഓടി മാർക്കിനെ വിളിക്കാമെന്ന് പറഞ്ഞ് മാർക്കിനടുത്തേക്ക് വരികയാണ്. അതേസമയം നമ്മുടെ ക്ലെയർ ആണെങ്കിലോ ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിക്കുന്നതും ഇനി എന്തായാലും നമ്മുടെ മാർക്ക് തിരിച്ചു വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മാർക്ക് പറയും, നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ എന്തായാലും കഴിയാം എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു വിടുമ്പോൾ ഓക്കെടാ, നീ എന്തായാലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ സ്റ്റെയിനും സ്റ്റീവനും ഇവർ രണ്ടുപേരും റോബർട്ടിനോട് പല രീതിയിലും പറഞ്ഞു നോക്കുന്നുണ്ട്, നമുക്ക് ഒരു തവണ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവർ തിരിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ റോബർട്ട് അതിന് സമ്മതിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, ഒരുപക്ഷെ അവർ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്ത കുറ്റവും ഈ ഒരു കമ്പനിയുടെ മോഡലായിരിക്കും. അതുകൊണ്ട് ഇവൻ ഉണ്ടാക്കിയ ആ ഒരു മെഷീൻ ടൈം ട്രാവൽ മെഷീൻ അല്ല, അത് മരണ മെഷീനാണെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കും എന്നുള്ള രീതിയിൽ പേടിച്ചിട്ടാണ് റോബർട്ട് ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാത്തത്. അങ്ങനെ ഇത് കാരണം നമ്മുടെ സ്റ്റീവും റോബർട്ടും തമ്മിൽ നല്ല രീതിയിൽ വഴക്കായിട്ട് അവസാനം സ്റ്റീവിനെ റോബർട്ട് താഴേക്ക് തള്ളിയിടുമ്പോൾ തല വന്ന് താഴേക്ക് അടിച്ചിട്ട് സ്റ്റീവന്റെ ബോധം പോയി. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഓടി വന്ന് ആ ഒരു ഡോർ അങ്ങ് അടയ്ക്കും. എന്നിട്ട് ഈ ഒരു റൂമിനകത്ത് നിന്ന് വെളിയിലേക്ക് വരാത്ത അവസ്ഥയിലാക്കും. അപ്പോൾ റോബർട്ട് പറയും, ശരി, എന്നെ ഇവിടെ പൂട്ടിയിട്ടാൽ എന്താ, ഇതിനകത്തൊരു കോയിലുണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ എന്തായാലും പ്രവർത്തിക്കത്തില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഓടി വന്നിട്ട് ആ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നമ്മുടെ ഹീറോയും ടീമും എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അവരിപ്പോൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു വിധത്തിൽ ആ ഒരു മെഷീൻ റെഡിയായല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ അവർ മൂന്നുപേരും ഇങ്ങനെ വേദന കാരണം അലറി വിളിക്കുന്നതും ഇവിടെ നമ്മുടെ റോബർട്ട് അലറി വിളിക്കാണ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ട്രാവൽ ചെയ്തു. റോബർട്ട് പാസ്റ്റിലേക്ക് പോയി, പക്ഷെ അവന്റെ കയ്യിൽ ആ ഒരു ബട്ടൺ ഇല്ല. അതുകൊണ്ട് ഇവന് എന്തായാലും തിരിച്ചു വരാൻ കഴിയത്തില്ല. ഷെടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നതും പെട്ടെന്നൊരു സോൾജർ പുറകിലൂടെ വന്ന് അവനെ കുത്തി കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ടീമിനും ഒരു കുഴപ്പമില്ല, അവർ സേഫായിട്ട് ഇവിടെ തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും പഴയ ആ ഒരു ജോലി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് ഇതിനു മുന്നേ ഇതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തായാലും അവന് നല്ല താല്പര്യമുണ്ട്. അതുമല്ല, ഇതിനു മുന്നേ നമ്മുടെ മാർക്ക് ആ ഒരു ശീല അവിടെ കണ്ടുപിടിച്ചിരുന്നല്ലോ, അതിപ്പോൾ നല്ലതുപോലെ തന്നെ ഇവര് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ശില്പത്തിനടിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് മാർക്ക് സത്യത്തിൽ തന്റെ സുഹൃത്തുക്കളെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. ഹീറോ, കേറ്റി, അവന്റെ പ്രൊഫസർ, ഞാനിവിടെ നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത്, അതിനെല്ലാം കാരണം എൻ്റെ സുഹൃത്തുക്കളാണ്, എല്ലാവർക്കും നന്ദി എന്നുള്ള രീതിയിൽ ആ ഒരു വർഷവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശില്പം വേറെ ആരുടേതല്ല, ക്ലെയറിൻ്റെയും മാർക്കിൻ്റെതാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, 1972 മാർക്ക് ജനിച്ചിട്ട് 1352 അവൻ മരിക്കുകയും ചെയ്തു. ഫ്യൂച്ചറിൽ ജനിച്ച് അത് കഴിഞ്ഞ് പാസ്റ്റിലേക്ക് പോയിട്ട് അവന് വേണ്ടി ഒരു ചരിത്രം തന്നെ ഉണ്ടാക്കി അവിടെ വെച്ച് മാർക്ക് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഇവർക്ക് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ വിഷമമുണ്ട്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.